കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മുടെ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശകളായിരുന്നില്ല, വെറും കനത്ത വീരവാദങ്ങൾ മാത്രമായിരുന്നു. ഒടുവിലിതാ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഒരു തീരുമാനമായിരിക്കുകയാണ്. പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അധികാരമേറ്റ ഉടൻ തന്നെ എടുത്ത ഏറ്റവും ശക്തമായ തീരുമാനം 10 ദിവസത്തിനകം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കും എന്നതാണ്. അതോടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അട്ടിമറികളുടെയും കെടുകാര്യസ്ഥതയുടെയും യഥാർത്ഥ മുഖം മൂടിയാണ് ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറപ്പെടാൻ പോകുന്നത്. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത് വെറുതെയല്ല എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമാകാൻ സമയമായിരിക്കുന്നു. സംസ്ഥാനത്തെ കടക്കണിയിലാക്കി മുടിച്ച ഒരു കൂട്ടർ ഭരിച്ചു തീർത്തതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. ആഡംബരങ്ങൾക്കും PR വർക്കുകൾക്കും വേണ്ടി കോടികൾ ഒഴുക്കിയവർ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും വയറ്റിത്തടിക്കുകയായിരുന്നു. KSRTC ശമ്പളം കൊടുക്കുവാനോ പെൻഷൻ കൊടുക്കുവാനോ കാശില്ലാതെ കൈമലർത്തിയവർ കേരളത്തെ കടത്തിന്റെ അഗാധമായ കയത്തിലേക്ക് തള്ളിവിട്ടു. ഈ 10 കൊല്ലം കൊണ്ട് CPM സർക്കാർ ഇവിടെ ഉണ്ടാക്കിവെച്ച സകല സാമ്പത്തിക ഇടപാടുകളും ഇനി അണുവിടാതെ ജനങ്ങൾ അറിയാൻ പോവുകയാണ്. ധനവകുപ്പ് മുഖ്യമന്ത്രിയുടെ കൈകളിൽ തന്നെ ഭദ്രമായിരിക്കുന്നത് കൊണ്ട് ഒളിച്ചുകളികളൊന്നും ഇനി നടപ്പില്ല. എല്ലാ കണക്കുകളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടും. പ്രതിസന്ധികൾ ഒരു വശത്തുണ്ടെങ്കിലും പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല എന്ന പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനം ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. അധികാരത്തിൽ വന്നയുടൻ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയും സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങളായിട്ട് അവഗണിക്കപ്പെട്ട ആശാ വർക്കർമാർക്ക് താൽക്കാലിക ആശ്വാസമായി 3000 രൂപ കൂട്ടി നൽകുവാനും അങ്കണവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും ആശ്വാസ നടപടി പ്രഖ്യാപിക്കാനും പുതിയ മുഖ്യമന്ത്രിക്ക് ഒട്ടും മടിയുണ്ടായില്ല. സാമ്പത്തിക ബാധ്യതകൾ കൃത്യമായിട്ട് പഠിച്ച ശേഷം ബാക്കി വാഗ്ദാനങ്ങളും വരും ദിവസങ്ങളിൽ നടപ്പിലാക്കും. ഡോക്ടർ KM ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേരുകയാണ്. വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ പണച്ചെലവ് കണക്കാക്കാനും ഖജനാവിന്റെ പൊതുസ്ഥിതി പഠിക്കാനുമാണ് ഈ സമിതി. കാലങ്ങളായിട്ട് തുടർന്നു പോകുന്ന പല തെറ്റായ കീഴ്വഴക്കങ്ങളും മാറേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. 10 കൊല്ലം കൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ നടത്തിയ സാമ്പത്തിക ധൂർത്തിന്റെ മുഖം മൂടി ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായിട്ടും അഴിഞ്ഞു വീഴുന്ന ആ ധവളപത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം.